ബഹുമാനപ്പെട്ട എം വി ഗോവിന്ദൻ മാഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ പ്ലാസ്റ്റിക് നിരോധനം നിലവ് വരികയും അതിനുമുമ്പ് തന്നെ നിലവിലുള്ളതാണ്. പല സാഹചര്യങ്ങളിൽ അത് മാറ്റിവെക്കപ്പെട്ടു പോയതാണ്. അപ്പം അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും പറയും. എൻ്റെ കാരണം ഒരു പകരം സംവിധാനമില്ല. പിന്നെ പ്ലാസ്റ്റിക് നിരോധനം എന്ന് പറയുമ്പം അതിൻ്റെ നിർമ്മാണത്തിലോ അതിൻ്റെ വിതരണത്തിലോ അതിൻ്റെ ചരക്ക് കയറ്റത്തിലോ ഒന്നും ഒരു തടസ്സവുമില്ല. ആളുകൾക്ക് ഉപയോഗിക്കുന്ന തടസ്സമില്ല. മറിച്ച് ചെറുകിട വ്യാപാരി 8-10 പ്ലാസ്റ്റിക് ഐറ്റങ്ങൾ പ്ലാസ്റ്റിക് കൊണ്ട് പൊതിഞ്ഞ ഐറ്റം തന്നെ വിൽക്കപ്പെടുന്നു. അത് കോർപ്പറേറ്റ് ഉൽപ്പന്നമാണ്. സർക്കാർ പ്ലാസ്റ്റിക് ബാഗ് ഉപയോഗിക്കുന്ന പക്ഷേ ചെറുകിട വ്യാപാരി അവയൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കവർ മാത്രം നിരോധിതമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെയാണ് ശിക്ഷിക്കുന്നത്. അവിടെയാണ് പ്രശ്നം. ഈ ബാഗ് പിന്നെ ടൗണിൽ കൂടെ ജനം കൊണ്ടു നടക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല. അപ്പം നിരോധിത വസ്തു എന്ന് പറയുമ്പം ആരുപയോഗിച്ചാലും അത് നിരോധിത വസ്തുവാണ്. അപ്പം ചെറുകിട മേഖലയെ അടച്ചുപൂട്ടാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ഏജന്റന്മാരെ പോലെയാണ് പലപ്പോഴും ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിക്കുന്നത്. അത് ഗോവിന്ദൻ മാഷക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ അദ്ദേഹം ഇരുന്നപ്പോൾ അതിനകത്ത് കാര്യങ്ങൾ പഠിക്കുകയും അതിനകത്ത് കർശന നടപടി എടുക്കാതിരിക്കുകയും പകരം സംവിധാനം ഉണ്ടാകുന്നിടം വരെ ഒരു മെല്ലെപ്പോക്ക് സമീപനം, അതിനകത്ത് ഒരു വലിയ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത സമീപനമായിരുന്നു. എന്നാൽ മിനിസ്റ്റർ മാറി വന്നതും ഉദ്യോഗസ്ഥന്മാർ ചിറക് വിരിച്ച് പറക്കാൻ തുടങ്ങും ഒന്നിച്ചായിരുന്നു. കാരണം ഇത് കോർപ്പറേറ്റുകളുടെ ഒരു പദ്ധതിയാണ്. ചെറുകിട മേഖലയെ ഏതൊക്കെ നിയമങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാം എന്ന്. ചെറുകിട മേഖലയെ ഇല്ലാതാക്കാൻ വേണ്ടി കോർപ്പറേറ്റുകൾ ഈ പറയുന്ന ഉന്നത ഉദ്യോഗസ്ഥന്മാരെ പർച്ചേസ് ചെയ്യുന്നു. ആ പർച്ചേസിങ്ങിൻ്റെ ഭാഗമാണ് പ്ലാസ്റ്റിക്കിൻ്റെ പേര് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. ചെറുകിട മേഖലയിൽ മാത്രം കോർപ്പറേറ്റുകളുടെ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നതിനൊന്നും ഒരു തടസ്സമില്ല. അതുപോലെ തന്നെ പുതുതായിട്ട് വന്ന ഈ യൂസർ ഫീ എന്ന് പറയുന്നത് ആവശ്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തണം. യൂസർ ഫീ ആവശ്യമുള്ളവർക്കായി പരിമിതപ്പെടുത്തുന്നതാണ് എൻ്റെ ശരിയായ രീതി. സത്യത്തിൽ മാലിന്യം നീക്കം ചെയ്യേണ്ട പ്രധാന ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളതാണ്. അവിടെ യൂസർ ഫീ വെച്ചിട്ട് പോലും യൂസർ ഫീ കൊടുക്കാൻ തയ്യാറുള്ളിടത്ത് യൂസർ ഫീ വാങ്ങിക്കുന്നുണ്ട്. പലപ്പോഴും ഈ മാലിന്യം നീക്കം ചെയ്യുന്നില്ല എന്നൊരു പരാതി ഒരു ഭാഗത്ത്. അതുപോലെ തന്നെ മാലിന്യം നീക്കം ചെയ്യേണ്ടതിടത്തും മാലിന്യത്തിന് മരുന്നുമില്ല, മാലിന്യം നീക്കം ചെയ്യേണ്ട ആവശ്യവുമില്ല, മാലിന്യം അവിടെ ഇല്ല, അവർ പൈസ കൊടുക്കണമെന്നുള്ള പൈസ കൊടുത്തെങ്കിലേ പഞ്ചായത്ത് ലൈസൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ മേഖലയെ ബുദ്ധിമുട്ടിക്കാനും പ്രയാസമുണ്ടാക്കാനുമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഗോവിന്ദൻ മാഷയുടെ പാത പിന്തുടരണം. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. പുതുതായിട്ട് കൊണ്ടുവന്ന അതിനേക്കാൾ ബുദ്ധിമുട്ടുള്ളതാണ് നമ്മുടെ വേസ്റ്റ് ബിൻ. 3 വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കണം. അത് പൊതുസമൂഹത്തിന് വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സ്ഥലമായിട്ട് കൊടുക്കണം. വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള സ്ഥലമായിട്ട് നമ്മുടെ കടയെ മോശപ്പെടുത്തിയാൽ പിന്നെ അവിടെ ദുർഗന്ധം കൊണ്ടും വളരെ ബുദ്ധിമുട്ടാകും. അവിടെ ആരും പ്രവേശിക്കത്തില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളിൽ നമുക്കറിയാം ഈ മാലിന്യം നിക്ഷേപിക്കുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകത നമുക്കറിയാം. ആ പരിസരത്ത് നമ്മൾ മാറി നടക്കാൻ ശ്രമിക്കും. അപ്പോൾ അത്തരം മാലിന്യം നിക്ഷേപിക്കാനും പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. അതുപോലെ തന്നെ ശൗചാലയം സ്ഥാപിക്കുക, അത് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ സ്ഥാപനം ശൗചാലയമായി മാറണം, വളരെ ദുർഗന്ധമായി മാറണം. അപ്പോൾ നമ്മുടെ കടയിലാരും വരില്ല, കച്ചവടക്കാരൻ കട പൂട്ടിപ്പോവും. അപ്പോൾ കോർപ്പറേറ്റുകൾക്ക് കുറച്ചുകൂടി തളർച്ച വളരാൻ പറ്റും. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. മന്ത്രി കോർപ്പറേറ്റുകളുടെ ഏജന്റന്മാരായ ഉദ്യോഗസ്ഥന്മാർ പറയുന്ന പോലെ പ്രവർത്തിക്കുന്നു. പഠിച്ച് പണിയെടുക്കണം, ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കണം.